എന്താണ് വാൻ മോഡും റിപ്പീറ്റർ മോഡ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഈ റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഈ മെയിൻ മോഡത്തിൽ നിന്ന് നമ്മളൊരു റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാൻ മോഡ് അല്ലെങ്കിൽ റിപ്പീറ്റർ മോഡ് ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. എന്താണ് വാൻ മോഡെന്നും റിപ്പീറ്റർ മോഡെന്നും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ റൗട്ടറിൽ നിന്ന് ഒരു കേബിൾ, ഇപ്പോൾ സ്വിച്ച് ഉണ്ടെങ്കിൽ സ്വിച്ച് വഴി ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഒരു കേബിൾ വലിച്ചിട്ട് ഈ ഒരു റൗട്ടറിൽ കൊടുക്കും. അപ്പോൾ ഈ റൗട്ടറിൽ നിങ്ങളിവിടെ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും, അതിനകത്ത് ഒരു വാൻ ഇതിലുണ്ടാവും. ഒരു മിനിറ്റ്, നമ്മൾ ആ ഒരു ഇതുണ്ടല്ലേ വാൻ, ഈ ഒരു പോർട്ട് കണ്ടോ, ആ ഒരു പോർട്ടിന് മാത്രം വാൻ ഇരിക്കുന്നുണ്ടാവും. ബാക്കിയെല്ലാം ലാൻ 1, ലാൻ 2, ലാൻ 3, ലാൻ 4 എന്നാണ്. പക്ഷെ ഒരെണ്ണം മാത്രം വാൻ കണ്ടില്ലേ? അങ്ങനെ ഈ റൗട്ടറിൻ്റെ ഒരു പോർട്ട് വാൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് ഇതിലുണ്ടാവും. അപ്പോൾ അതാണ് ഇൻ, അതായത് റൗട്ടർ വെക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട പോർട്ട് അതാണ്. അതായത് നമ്മൾ ആ വരുന്ന ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ മോഡത്തിൽ നിന്ന് വരുന്ന കേബിൾ നേരെ വന്നിട്ട് ഇതിൻ്റെ ഒരു വാൻ പോർട്ടിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, വാൻ പോർട്ടിൽ കൊടുത്തിട്ട് വാൻ മോഡിലാണ് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യണമെന്ന് വയ്ക്കുക. ഓക്കെ, നോർമലി വാൻ മോഡിലാണ് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യണത്. അങ്ങനെയാണ് വയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് അതിൻ്റെ ഇപ്പോൾ ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഇതിനകത്ത് കോൺഫിഗറേഷൻ ചെയ്യും. നമ്മൾ ആ ഒരു വാൻ മോഡിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡിവൈസുകൾ കോൺഫിഗർ ചെയ്യും. അതായത് നമ്മുടെ മെയിൻ ONU നിന്ന്, അതായത് മെയിൻ മോഡത്തിൽ നിന്നിട്ട് കണക്ടിവിറ്റി കണക്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ വാൻ പോർട്ടിൽ കണക്ട് ചെയ്തതിന് ശേഷം, അതായത് എതർനെറ്റ് കേബിൾ കേട്ടോ, ലാൻ കേബിൾ, എതർനെറ്റ് കേബിൾ വയേർഡായിട്ട് കോൺഫിഗറേഷൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്, വയർലെസ് അല്ല. അപ്പോൾ വയേർഡായിട്ട് കോൺഫിഗറേഷൻ ചെയ്യാൻ നേരത്ത് ആ ഒരു കേബിൾ, ആ ഒരു വയേർഡായിട്ട് കൊടുക്കുന്ന ആ ലാൻ കേബിൾ നമ്മളിതിൻ്റെ വാൻ പോർട്ടിൽ കണക്ട് ചെയ്യും. വാൻ പോർട്ടിൽ കണക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, അതായത് കമ്പ്യൂട്ടറുകൾ ഉണ്ടാകും, പല കമ്പ്യൂട്ടർ ഉണ്ടാവാം, മൊബൈൽ ഉണ്ടാവാം, ആ ഡിവൈസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു വാൻ മോഡിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, വാൻ മോഡിൽ നമ്മൾ ഈ ഒരു റൗട്ടർ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ DHCP നമ്മൾ പഠിച്ചിട്ടുണ്ട്, DHCP സെർവർ റൺ ചെയ്യുകയും ഇതിനെല്ലാം IP കൊടുക്കും. അതായത് ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസുകൾക്കെല്ലാം IP റൺ കൊടുക്കും. ഈ ഒരു റൗട്ടർ IP കൊടുക്കും. അതായത് ഇവർ കൊടുക്കണം എങ്ങനെയായിരിക്കും, 192.168.0.1 ആണെങ്കിൽ 0.2 അല്ലെങ്കിൽ 0.3, 0.4 അങ്ങനെ ആ ഒരു സീരിയലിൽ വരുന്ന IP ആയിരിക്കും ഇതെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. അതായത് ഈ ഒരു റൗട്ടറിൻ്റെ ഒരു നെറ്റ്വർക്കാണ് ഇവിടെ ഫോം ചെയ്യണത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഈ ഒരു മോഡത്തിൽ നിന്ന്, അതായത് ഈ ഒരു നമ്മുടെ മെയിൻ മോഡത്തിൽ നിന്നാണ് കമ്പ്യൂട്ടർ കണക്ട് ചെയ്തെങ്കിൽ അതിനും ഇതുപോലെ തന്നെ IP കൊടുക്കും. പക്ഷേ അവിടെ കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും, 192.168. ഇതിൻ്റെ 1. സീരീസ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു 1.2, 1.3 അങ്ങനെയായിരിക്കും ഈ ഒരു നെറ്റ്വർക്കിലോട്ട് വരുമ്പോൾ. അതായത് ഈ ഒരു നെറ്റ്വർക്കിൽ വരുന്ന, അതായത് ഈ ഒരു മോഡം കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിൽ വരുന്ന ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ IP കിട്ടുന്നത് ഈ ഒരു സീരിയലിലായിരിക്കും IP കിട്ടുന്നത്. അപ്പോൾ ഇത് 2 നെറ്റ്വർക്ക് ഇവിടെ ക്രിയേറ്റ് ആയി. അതായത് റൗട്ടറിൻ്റെ ഒരു നെറ്റ്വർക്ക്, ആ ഒരു 0. വരുന്ന ആ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ആയി. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മോഡത്തിന് വരുന്ന ആ ഒരു നെറ്റ്വർക്ക് ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇവിടെ 2 നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ആയി. ഇങ്ങനെയാണ് നോർമലി നമ്മൾ വയേർഡായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കണക്ട് ആവുന്നത്. പക്ഷേ ചില അവസരങ്ങളിൽ നമുക്കിങ്ങനെ 2 നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഡിവൈസുകൾ, അതായത് നമ്മളിപ്പോൾ ഈ ടാലി പോലുള്ള ആപ്ലിക്കേഷൻസ്, ഡിവൈസ് അല്ല ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ, പിന്നെ ഓട്ടോമേഷൻ ഡിവൈസുകൾ, ഇതൊക്കെ നമ്മൾ ആ ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് ഡിവൈസുകളായിരിക്കും. അല്ലെങ്കിൽ ക്യാമറ ഉൾപ്പെടെ, അതായത് NVR ക്യാമറ ഉൾപ്പെടെയുള്ളതൊക്കെ ഈ ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് കണക്ഷനാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ നെറ്റ്വർക്ക്, ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലായിരിക്കും അത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു റൗട്ടർ വെച്ച് കഴിയുമ്പോൾ, അതായത് ആ നെറ്റ്വർക്ക് ബേസ്ഡ് ഡിവൈസിൽ, നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇത്തരം ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇത്തരം ഓട്ടോമേഷൻ പോലത്തെ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ ഒരു റൗട്ടർ സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഈ ഓട്ടോമേഷൻ ഡിവൈസ് റൺ ചെയ്യിക്കാനോ ഒക്കെ അത് വർക്ക് ചെയ്യില്ല. കാരണം അത് ചിലപ്പോൾ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇതിനകത്തായിരിക്കും കൊടുത്തിരിക്കുന്നത് ഈ ആപ്ലിക്കേഷൻസ് ഒന്നും. അപ്പോൾ ഈ ഒരു സെപ്പറേറ്റ് വന്ന നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതെല്ലാം നെറ്റ്വർക്ക് ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിനെല്ലാം ഇങ്ങനത്തുള്ള ആപ്ലിക്കേഷൻസോ ഇതുപോലത്തെ എന്തുണ്ടെങ്കിലും നമ്മൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ മെയിനായിട്ട് കൂടുതൽ ഇത്തരം ആപ്ലിക്കേഷൻസും ഓട്ടോമേഷൻ ഡിവൈസുകളൊക്കെ ഉണ്ടാകും. വീടുകളിലും ഉണ്ട് ഇപ്പോൾ ഓട്ടോമേഷൻ ഡിവൈസ്. അപ്പോൾ ഇതിനെല്ലാം ഒരൊറ്റ നെറ്റ്വർക്ക് ആയിരിക്കണം. ഇങ്ങനെ 2 നെറ്റ്വർക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു വാൻ മോഡിലാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് നമ്മൾ വെച്ചേക്കുന്ന റൗട്ടർ ഈ വാൻ മോഡിൽ, ഈ പോർട്ടിൽ ഉള്ള കോൺഫിഗറേഷൻ വാൻ മോഡിലാണ് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് നെറ്റ്വർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഇതിൽ കണക്ട് ചെയ്യില്ല. അതായത് നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ ഈ ഒരു DHCP അങ്ങോട്ട് ഒഴിവാക്കും. DHCP ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിവിടെ റിപ്പീറ്റർ മോഡിലോട്ട് കണക്ട് ചെയ്യും, റിപ്പീറ്റർ മോഡിലോട്ട് മാറ്റും. നമ്മൾ ഈ റൗട്ടറിനെ റിപ്പീറ്റർ മോഡിലോട്ടാക്കും. അപ്പോൾ നോർമലി നമ്മൾ ഇതുപോലെ തന്നെ ഈ കേബിൾ വാനിൽ കണക്ട് ചെയ്യണമെന്നില്ല, ലാനിൽ കണക്ട് ചെയ്താലും മതി. അത് പല തരത്തിലുള്ളതുണ്ട്. കാരണം ചിലതിൽ നമുക്ക് ലാനിൽ കണക്ട് ചെയ്താലാണ് നമുക്ക് റിപ്പീറ്റർ മോഡാക്കാൻ പറ്റുള്ളൂ. ചില റൗട്ടറിൽ ഓൾറെഡി വാനിൽ കണക്ട് ചെയ്താൽ പോലും അതിൻ്റെ വാൻ പോർട്ട് റിപ്പീറ്റർ മോഡിലോട്ടാവും. അപ്പോൾ ലാനിൽ കണക്ട് ചെയ്താലും മതി. കണക്ട് ചെയ്തതിന് ശേഷം
ഈ ഒരു ലാൻ പോർട്ടിലോ കണക്ട് ചെയ്തതിന് ശേഷം, അതായത് കണക്ഷൻ ചെയ്തതിന് ശേഷം റിപ്പീറ്റർ മോഡിൽ കോൺഫിഗറേഷൻ ചെയ്യുക. ഇതെങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ കാണാം. റിപ്പീറ്റർ മോഡിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ കണക്ട് ചെയ്യുന്ന ഡിവൈസുകൾ, അതായത് ഇപ്പോൾ ഈ ഒരു ഡിവൈസുകൾ, ഇപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വൈഫൈ എന്നാണ് വിചാരിക്കുക, അതായത് ഇതിൻ്റെ ഈ ഒരു റൗട്ടറിൻ്റെ വൈഫൈ എന്നാണ്, അല്ലെങ്കിൽ റൗട്ടറിൽ നിന്നാണ് ഈ ഡിവൈസുകൾ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിന് വരുന്ന IP ഈ ഒരു സീരിയലിൽ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിന്, അതായത് ഇവിടെ 1.0 സീരിയൽ തന്നെ 1.4 അല്ലെങ്കിൽ 1.6 അല്ലെങ്കിൽ 1.7 ആ ഒരു സീരിയൽസിൽ തന്നെ, അതായത് 192.168.1.76 അങ്ങനെ ആ ഒരു സീരിയലിൽ, അതായത് ഇതിൻ്റെ ഈ ഒരു മെയിൻ മോഡത്തിൻ്റെ അതേ സീരിയലിൽ തന്നെ ഇതെല്ലാം വരും. അതായത് ഈ ഒരു റൗട്ടറിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റർ മോഡിലാണെങ്കിൽ ആ ഒരു സീരിയലിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഒറ്റ നെറ്റ്വർക്ക് വരും. ഇത് മനസ്സിലായില്ലേ? അതായത് ഒരു റൗട്ടറും ഒരു ONUം വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മോഡോ ഉണ്ടെങ്കിലും നമ്മൾ റിപ്പീറ്റർ മോഡിലാണ് ഈ ഒരു റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്തെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒറ്റ നെറ്റ്വർക്കിൽ കിട്ടും. ഇതെല്ലാം നമുക്ക് ഒറ്റ നെറ്റ്വർക്ക് ആയിരിക്കും. ഇതൊക്കെ ഒറ്റ നെറ്റ്വർക്ക് ആയിരിക്കും. അപ്പോൾ എല്ലാം ആ ഒരു 1.0 സീരീസിൽ, ഇതിൻ്റെ സീരീസിലായിരിക്കും ആ ഒരു നെറ്റ്വർക്ക് എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനത്തുള്ള ഓട്ടോമേഷൻ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബില്ലിംഗ് സോഫ്റ്റ്വെയർ, ടാലി അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ആപ്ലിക്കേഷൻസൊക്കെ ആ ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം വർക്ക് ചെയ്യും. കാരണം റിപ്പീറ്റർ മോഡിൽ നോക്കുമ്പോൾ ഇതിനെല്ലാം IP കൊടുക്കുന്നത് ഈ ഒരു DSCP ആണ്. ഈ ഒരു DSCP എന്നായിരിക്കും ഇതിനെല്ലാം IPs കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു റൗട്ടർ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റൗട്ടർ വെച്ച് ആ ഒരു വൈഫൈ സ്ട്രെങ്ത് എൻഹാൻസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് എൻഹാൻസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 2 മോഡിലാണ്, അതായത് വാൻ മോഡിലും റിപ്പീറ്റർ മോഡിലാണ് നമ്മളത് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. അപ്പോൾ കോൺഫിഗറേഷൻ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ നെറ്റ്വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, അതായത് ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് ഡിവൈസുകളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ റിപ്പീറ്റർ മോഡിൽ തന്നെ അത് കോൺഫിഗറേഷൻ ചെയ്യുക. റിപ്പീറ്റർ മോഡിൽ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാം ആ ഒരു ഒറ്റ നെറ്റ്വർക്ക് ആവുകയും അത്തരം ആപ്ലിക്കേഷൻസും ഡിവൈസൊക്കെ വർക്ക് ചെയ്യുകയും ചെയ്യും. ഇനി അതല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നോർമലി സെപ്പറേറ്റ് നെറ്റ്വർക്ക് ആയാലും കുഴപ്പമില്ല, വാൻ മോഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം. വാൻ മോഡിൽ ക്രിയേറ്റ് ചെയ്യാനും വളരെ സിമ്പിളാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് റൗട്ടർ കോൺഫിഗറേഷനാണ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു വാൻ മോഡിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സെപ്പറേറ്റ് നെറ്റ്വർക്ക്, ഇത് രണ്ട് നെറ്റ്വർക്ക് ആവും. അപ്പോൾ അതാണ് ആ ഒരു വാൻ മോഡും റിപ്പീറ്റർ മോഡും എന്ന് പറയുന്നത്. പിന്നെ ഇതെങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ കോൺഫിഗറേഷൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡിവൈസുകളുടെയും കോൺഫിഗറേഷൻ വീഡിയോ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക, ഈ ഒരു വാൻ മോഡും റിപ്പീറ്റർ മോഡും എന്ന് പറയുമ്പോൾ നമ്മൾ റൗട്ടർ വയ്ക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നില്ലെങ്കിൽ വാനായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്ററായിട്ട് കോൺഫിഗറേഷൻ ചെയ്യുക. നമുക്ക് നോക്കുക ആ ഒരു എൻഡിൽ, ഇപ്പോൾ കസ്റ്റമറിൻ്റെ എൻഡിൽ എന്ത് റിക്വയർമെൻ്റ് ആണ് നമുക്ക് അവിടെ ഉള്ളത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ റൗട്ടറിനെ കോൺഫിഗറേഷൻ ചെയ്ത് സെറ്റപ്പ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആക്ടിവിറ്റി നമുക്ക് അവിടെ നടക്കുകയുള്ളൂ.